നിങ്ങൾക്ക് യാതൊരു ഉപകാരവും ചെയ്യാത്തവനെയാണോ നിങ്ങൾ ആരാധിക്കുന്നത്? നിങ്ങൾക്ക് ഒരു ഉപദ്രവവും ചെയ്യാൻ സാധിക്കാത്തവനെയാണോ നിങ്ങൾ ആരാധിക്കുന്നത്? സഹോദരങ്ങളെ, ചിന്തിക്കുക. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം ഈസയുടെ ആദർശ പിതാവാണ്, മൂസയുടെ ആദർശ പിതാവാണ്, ഇസ്ഹാഖിന്റെയും ഇസ്മാഈലിന്റെയും പിതാവാണ്. ഇബ്രാഹിമി മതങ്ങൾ അദ്ദേഹത്തിന്റെ മക്കളിലൂടെയാണ് വളർന്നു വന്നത്. ആ ഇബ്രാഹിമിന് ഈസയെ ആരാധിക്കുക എന്നത് പരിചയമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സന്താനങ്ങളിൽ വന്ന യാക്കൂബിന് അത് പരിചയമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സന്താനങ്ങളിൽ വന്ന ഇസ്മാഈലിന് അത് പരിചയമുണ്ടായിരുന്നു. ബഹുമാന്യരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി, മുസ്ലിമീങ്ങളായി, മുഅ്മിനീങ്ങളായി മരണം വരെ ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ആമുഖമായി വസിയ്യത്ത് നൽകുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് മക്കയിലും മദീനയിലും ജീവിച്ച കാലഘട്ടത്തിൽ വ്യത്യസ്തങ്ങളായ മതവിഭാഗങ്ങളും വിശ്വാസ ചിന്താഗതികൾ വെച്ചുപുലർത്തുന്നവരും ആ നാടുകളിൽ ഉണ്ടായിരുന്നു. അവരിൽ പലർക്കും അവരുടെ സ്രഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെക്കുറിച്ച് വികലമായ വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു. അല്ലാഹുവിൽ പങ്കുചേർക്കുക എന്നത് അവർക്കിടയിൽ വ്യാപകമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിലേക്ക്, അല്ലാഹുവിനെ മാത്രമേ നിങ്ങൾ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ, അവനു മാത്രമേ നിങ്ങൾ ആരാധനകൾ സമർപ്പിക്കാൻ പാടുള്ളൂ, നിങ്ങളെ സൃഷ്ടിക്കുകയും നിങ്ങൾക്ക് ഉപജീവനം നൽകുകയും ആകാശലോകങ്ങളെയും ഭൂമിയെയും സംവിധാനിക്കുകയും ചെയ്ത ഏകനായ ഒരു സൃഷ്ടാവ്, അവനെ മാത്രമാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് എന്ന് അവരോട് ആവർത്തിച്ച് കൽപ്പിച്ചുകൊണ്ടിരുന്നു. ആ ജനങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലേക്ക് ആവർത്തിച്ച് പ്രബോധനം ചെയ്തുകൊണ്ടേയിരുന്നു. എന്നാൽ ആ കാലഘട്ടത്തിൽ വ്യത്യസ്തങ്ങളായ വിശ്വാസങ്ങൾ വെച്ചുപുലർത്തിയവർ, അവർക്ക് പല പല ചിന്താഗതികൾ ഉണ്ടായിരുന്നു. ഇക്രിമ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ, ഖാലത്തിൽ യഹൂദു നഹ്നു നഅ്ബുദു ഉസൈറൻ ഇബ്ന അല്ലാഹ്, യഹൂദന്മാർ പറഞ്ഞു, ഞങ്ങൾ അല്ലാഹുവിന്റെ പുത്രനായ ഉസൈറിനെയാണ് ആരാധിക്കുന്നത്. വഖാലത്തിൽ നസാറ നഹ്നു നഅ്ബുദു അൽ മസീഹ ഇബ്ന അല്ലാഹ്, നസാറാക്കൾ, ക്രൈസ്തവർ, അവർ പറഞ്ഞു, ഞങ്ങൾ അല്ലാഹുവിന്റെ പുത്രനായ ഈസയെയാണ് ആരാധിക്കുന്നത്. വഖാലത്തിൽ മജൂസ്, അഗ്നി ആരാധകരായ മജൂസികൾ, അവർ പറഞ്ഞു, നഹ്നു നഅ്ബുദു ശംസ വൽ ഖമർ, ഞങ്ങൾ സൂര്യനെയും ചന്ദ്രനെയുമാണ് ആരാധിക്കുന്നത്. വഖാലത്തിൽ മുശ്രികൂൻ, മക്കയിലുണ്ടായിരുന്ന ബഹുദൈവാരാധകരായ മുശ്രിക്കീങ്ങൾ, വിഗ്രഹാരാധകർ, അവർ പറഞ്ഞു, നഹ്നു നഅ്ബുദുൽ ഔസാൻ, ഞങ്ങൾ ആരാധിക്കുന്നത് വിഗ്രഹങ്ങളെയാണ്, ലാത്തയെയാണ്, ഉസ്സയെയാണ്, മനാത്തയെയാണ്. അപ്പോൾ അവരിൽ ചിലർ വന്നുകൊണ്ട് പറഞ്ഞു, യാ മുഹമ്മദ് സിഫ് ലനാ റബ്ബക്, അല്ലയോ മുഹമ്മദ്, നീ ആരാധിക്കുന്ന, നീ ഈ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാരാണ്? അവനെ കുറിച്ച് നീ ഞങ്ങൾക്ക് വിവരിച്ചു നൽകണം. ആരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല? അവരുടെ ചോദ്യമായിരുന്നു. ആ ചോദ്യത്തിനുള്ള മറുപടിയായി കൊണ്ട് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ചെറിയ ഒരു സൂറത്ത്, ഒരു അധ്യായം അവതരിപ്പിച്ചു. 4 വചനങ്ങൾ മാത്രമുള്ള, 4 ആയത്തുകൾ മാത്രമുള്ള ഖുർആനിലെ അവസാനത്തെ അധ്യായങ്ങളിലൊന്നായ തഅദിലു സുലുസൽ ഖുർആൻ, ഖുർആനിന്റെ 1/3 എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച സൂറത്തുൽ ഇഖ്ലാസ് ആണ് ഖുർആനിലെ 112ാമത്തെ അധ്യായം.
മുസ്ലിമീങ്ങൾ ഇബാദത്ത് ചെയ്യുന്ന, അവർ ആരാധിക്കുന്ന, അവർ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാണ് എന്ന് വ്യക്തമായി വിവരിക്കുന്ന മനോഹരമായ അധ്യായമാണത്. സഹാബികളിൽ ചിലർ ഈ അധ്യായം അവതരിച്ചപ്പോൾ അവർ വല്ലാതെ സന്തോഷിച്ചു. അവരിൽ ചിലർ ഓരോ നിസ്കാരങ്ങളിലും ആവർത്തിച്ച് സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യാൻ തുടങ്ങി. ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഇതാ ഇന്നയാൾ ഇമാമത്ത് നിൽക്കുമ്പോൾ അയാൾ എപ്പോഴും എല്ലാ റക്അത്തുകളിലും സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നു. അവരിൽ ചിലർ അത് എന്തോ ഒരു ചെറിയ അധ്യായമാണല്ലോ എന്ന് കണ്ടതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിയെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഖുർആനിലെ ഈ അധ്യായം നീ ഇങ്ങനെ ആവർത്തിച്ചു പാരായണം ചെയ്യുന്നത്? അദ്ദേഹം പറഞ്ഞു, ഇന്നഹാ സിഫത്തുർ റഹ്മാൻ, റഹ്മാനായ പരമകാരുണ്യകനായ സർവവിശാലമായ കാരുണ്യത്തിന്റെ ഉടമസ്ഥനായ എന്റെ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ആരാണ് എന്ന് എനിക്ക് വിവരിച്ചു നൽകുന്ന അധ്യായമാണത്. അതുകൊണ്ട് ആ അധ്യായത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഖ്ബിർഹു അന്നല്ലാഹ യുഹിബ്ബുഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ അവനോട് പറഞ്ഞുകൊള്ളുക. വളരെ മനോഹരമായ, നമ്മയെല്ലാം സൃഷ്ടിച്ചവനായ, ലോകത്തുള്ള സർവ്വ മനുഷ്യരെയും ജീവജാലങ്ങളെയും ജീവനില്ലാത്ത വസ്തുക്കളെയും നമുക്ക് മുകളിലുള്ള ആകാശങ്ങളെയും നാം നിലയുറപ്പിച്ചിട്ടുള്ള ഭൂമിയെയും സർവ്വ പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചവനായ ഏകനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാണ് എന്ന് മനസ്സിലാക്കി നൽകുന്ന മനോഹരമായ അധ്യായമാണ് സൂറത്തുൽ ഇഖ്ലാസ്. ആ അധ്യായം ആരംഭിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കൽപ്പനയോടുകൂടിയാണ്. ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ പറയുക അല്ലാഹുവിന്റെ റസൂലേ, താങ്കൾ ഇനി പറയാൻ പോകുന്ന കാര്യം വിശ്വസിക്കുക. താങ്കളുടെ ഹൃദയത്തിൽ അത് അടിയുറച്ച രൂപത്തിൽ വിശ്വാസമായി, ഒരു മാറ്റവുമില്ലാത്ത കാര്യമായി, ഉറച്ച ദൃഢമായ വിശ്വാസമായി മാറട്ടെ. ഖുൽ, താങ്കൾ പറയണം, ഖുൽ ഹുവല്ലാഹു അഹദ്, പറയുക അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെയും എന്റെയും രക്ഷിതാവായ, നിങ്ങളെയും എന്നെയും സൃഷ്ടിച്ചവനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുണ്ടല്ലോ, ഖുൽ ഹുവല്ലാഹു അഹദ്, പറയുക അല്ലാഹുവിന്റെ റസൂലേ, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അഹദൻ, അവൻ ഏകനാണ്, അവൻ സർവ്വ ഏകത്വമുള്ളവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകനാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? സഹോദരങ്ങളെ, വിശാലമായ അർത്ഥമുള്ള കാര്യമാണ്. അവനാണ് നമ്മെ എല്ലാവരെയും സൃഷ്ടിച്ചത്. ആ സൃഷ്ടിപ്പിൽ അവന് യാതൊരു പങ്കുകാരനുമില്ല. ഏകനായ സൃഷ്ടാവ് അവൻ മാത്രമാണ്. അവനല്ലാത്ത ഒരാൾ പോലും ഒരു ഉറുമ്പിന്റെ കാലടിപ്പാട് പോലും പടച്ചവനായില്ല. ഖാലിഖു കുല്ലി ഷൈ, സർവ്വതിനെയും പടച്ചവനാണ് അവൻ. ബദീഉസ് സമാവാതി വൽ അർദ്, മുൻമാതൃകയില്ലാതെ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവനാണ് അവൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, ദാലികുമുല്ലാഹു റബ്ബുക്കും, അവനാണ് നിങ്ങളുടെ റബ്ബായ, നിങ്ങളുടെ രക്ഷാധികാരിയായ, നിങ്ങളെ സൃഷ്ടിച്ചവനായ, നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നവനായ, നിങ്ങളെ ഉടമപ്പെടുത്തുന്നവനായ അല്ലാഹു സുബ്ഹാനഹു വ തആല. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റൊരാളുമില്ല. ഖാലിഖു കുല്ലി ഷൈഇൻ, സർവ്വതിനെയും സൃഷ്ടിച്ചവനായ ഏകനായ സൃഷ്ടാവ് അവൻ മാത്രമാണ്. അവൻ മാത്രമാണ് സൃഷ്ടാവ്, മറ്റെല്ലാവരും സൃഷ്ടികളാണ്. ഈസയും മൂസയും ആദമും ഹവ്വാഉം മറിയമും അലൈഹിമുസ് സ്വലാത്തു വസ്സലാം, നമ്മുടെ നബിയായ മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം, അവരെല്ലാം സൃഷ്ടികളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ മാത്രമാണ് സൃഷ്ടാവായിട്ടുള്ളവൻ, അവൻ അതിൽ ഏകനാണ്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് വിവരിച്ചതിനു ശേഷം സൂറത്തുൽ ലുഖ്മാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വെല്ലുവിളിയുടെ ഭാഷയിൽ പറയുന്നു, ഹാദാ ഖൽഖുല്ലാഹ്,
ഇതാ നിങ്ങൾ ഈ കാണുന്ന പ്രപഞ്ചത്തിലുള്ള സർവ്വതും അല്ലാഹുവിന്റെ സൃഷ്ടിപ്പാണ്. ഈ പറയുന്നതെല്ലാം ഫഅറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനിഹി, അല്ലാഹുവിന് പുറമെയുള്ളവർ സൃഷ്ടിച്ച എന്തെങ്കിലും ഒരു വസ്തുവുണ്ട് എങ്കിൽ നിങ്ങൾ എനിക്ക് കാണിച്ചു നൽകുക. ഈസ പടച്ച എന്തെങ്കിലും ഉണ്ടോ? മൂസ പടച്ച എന്തെങ്കിലും ഉണ്ടോ? ആദം സൃഷ്ടിച്ച എന്തെങ്കിലും ഉണ്ടോ? മറിയം സൃഷ്ടിച്ച എന്തെങ്കിലും ഉണ്ടോ? മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സൃഷ്ടിച്ച എന്തെങ്കിലും ഉണ്ടോ? ഹാദാ ഖൽഖുല്ലാഹ്, നിങ്ങൾ ഈ കാണുന്നതെല്ലാം അല്ല, നിങ്ങൾ തന്നെയും അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്. ഫഅറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനിഹി, അല്ലാഹുവിന് പുറമെയുള്ളവർ എന്താണ് സൃഷ്ടിച്ചിട്ടുള്ളത് നിങ്ങൾ എനിക്ക് കാണിച്ചു നൽകുക. അതുപോലെ തന്നെ സഹോദരങ്ങളെ, അല്ലാഹു ഏകനാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥങ്ങളിൽ പെട്ടതാണ് അവൻ മാത്രമാണ് നിന്റെ ഇബാദത്തുകൾക്ക് അർഹതയുള്ളവൻ. അവനെ മാത്രമേ നീ വിളിച്ചു പ്രാർത്ഥിക്കാവൂ, അവനെ മാത്രമേ നീ ബരമേൽപ്പിക്കാവൂ, അവനെയാണ് നീ ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത്. അവനാണ് നിന്നെ സൃഷ്ടിച്ചവൻ, അവനാണ് നിനക്ക് മാതാപിതാക്കളെ നൽകിയവൻ, അവനാണ് നിന്നിലേക്ക് റസൂലുകളെ നിയോഗിച്ചവൻ, അവനാണ് വേദഗ്രന്ഥങ്ങളെ അവതരിപ്പിച്ചവൻ, അവനാണ് മൂസയ്ക്ക് തൗറാത്തും ഈസയ്ക്ക് ഇൻജീലും അലൈഹിമുസ്സലാത്തു വസ്സലാം മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആനും അവതരിപ്പിച്ചു നൽകിയത്. അവനാണ് നിങ്ങളുടെ റബ്ബ്. അവനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാൻ പാടുള്ളൂ, അവനെ മാത്രമേ നിങ്ങൾ പ്രാർത്ഥിക്കാവൂ, അവന് മാത്രമേ നിങ്ങൾ നേർച്ച വഴിപാടുകൾ അർപ്പിക്കാവൂ, അവനെ മാത്രമാണ് നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത്, അവനിലാണ് നിങ്ങൾ പ്രതീക്ഷ വെക്കേണ്ടത്, അവനിലാണ് നിങ്ങൾ ബരമേൽപ്പിക്കേണ്ടത്. അവൻ മാത്രമാണ് നിങ്ങളുടെ ആരാധ്യൻ. നിങ്ങൾക്ക് അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല. അവൻ ആ കാര്യത്തിൽ ഏകനാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ചോദിച്ചില്ലേ, അമ്മൻ യഹ്ദീകും ഫീ ളുലുമാതിൽ ബർരി വൽ ബഹർ വമൻ യുർസിലു റിയാഹ ബുശ്റൻ ബൈന യദൈ റഹ്മതിഹി, ആരാണോ നിങ്ങൾക്ക്, ഇതാ ആരാണ് നിങ്ങൾക്ക് കടലിലും കരയിലുമുള്ള ഇരുട്ടുകളിൽ വഴി കാണിക്കുന്നത്? ആരാണ് നിങ്ങൾക്ക് മാർഗം കാണിച്ചു നൽകുന്നത്? വമൻ യുർസിലു റിയാഹ ബുശ്റൻ ബൈന യദൈ റഹ്മതിഹി, നിങ്ങൾക്ക് കാരുണ്യമായി അവൻ പെയ്യിപ്പിച്ചു നൽകുന്ന ഈ മഴയുണ്ടല്ലോ, അതിനു മുൻപ് നിങ്ങൾക്ക് തണുപ്പുള്ള കാറ്റയച്ചു നൽകുന്നവൻ ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയല്ലാതെ അഇലാഹും മഅല്ലാഹ്, അല്ലാഹുവിനോടൊപ്പം നിങ്ങൾക്ക് ആരാധിക്കാൻ ഒരു ഇലാഹുണ്ടോ? അവനല്ലാതെ നിങ്ങൾക്ക് ഇബാദത്ത് ചെയ്യാൻ അതിന് അർഹതയുള്ളവനായി ഒരാളുണ്ടോ? സഹോദര, ചിന്തിച്ചു നോക്കൂ. ആരാണ് സൂര്യനെ ഈസയ്ക്ക് മുൻപ് അതിനെ ഉദിപ്പിച്ചത്? ആരാണ് ഈസയ്ക്ക് മുൻപ് അലൈഹിസ്സലാത്തു വസ്സലാം സൂര്യനെ അസ്തമിച്ചത്? ആരാണ് ഭൂമിയെ പടച്ചത്? ആരാണ് ആദമിനെ സൃഷ്ടിച്ചത്? ആരാണ് ഹവ്വയെ പടച്ചത്? ആരാണ് മറിയമിനെ സൃഷ്ടിച്ചത്? ആരാണ് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സൃഷ്ടിച്ചത്? ആരാണ് നിന്നെ സൃഷ്ടിച്ചത്? ആരാണ് നിന്റെ മാതാപിതാക്കളെ സൃഷ്ടിച്ചത്? ആരാണ് ഈ കാണുന്ന പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്? അവൻ ഏകനാണ്, അവനെ മാത്രമേ നീ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത് അഇലാഹും മഅല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനു പുറമെ നിങ്ങൾക്കൊരു ഇലാഹുണ്ടോ? സഹോദരങ്ങളെ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സന്താനങ്ങളാണല്ലോ ബനൂ ഇസ്രായേലുകാർ. ആ സന്താനങ്ങളിലാണല്ലോ മൂസയും ഈസയും യഹ്യയും സക്കരിയയും അലൈഹിമുസ്സലാത്തു വസ്സലാം ധാരാളക്കണക്കിന് നബിമാർ വന്നത്. നസാറാക്കൾ ആദരിക്കുന്ന, അവർ ബഹുമാനിക്കുന്ന പ്രവാചകന്മാർ, നബിമാർ, അവരെത്രയോ പേർ വന്നത് അവരുടെ പിതാവ് ഇബ്രാഹിമാണ്. അബ്രഹാം പ്രവാചകൻ എന്ന് ബൈബിളിൽ വിശേഷിപ്പിക്കപ്പെടുന്നവർ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം വിവരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു, ഖാൽ, ഇബ്രാഹിം തന്റെ സമൂഹത്തോട് ചോദിച്ചു, അഫതഅബുദൂന മിൻ ദൂനില്ലാഹ് മാ ലാ യൻഫഉകും ശൈഅൻ വലാ യദുറുകും, നിങ്ങൾക്ക് യാതൊരു ഉപകാരവും ചെയ്യാത്തവനെയാണോ നിങ്ങൾ ആരാധിക്കുന്നത്? നിങ്ങൾക്ക് ഒരു ഉപദ്രവവും ചെയ്യാൻ സാധിക്കാത്തവനെയാണോ നിങ്ങൾ ആരാധിക്കുന്നത്? സഹോദരങ്ങളെ, ചിന്തിക്കുക. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം ഈസയുടെ ആദർശ പിതാവാണ്, മൂസയുടെ ആദർശ പിതാവാണ്, ഇസ്ഹാഖിന്റെയും ഇസ്മാഈലിന്റെയും പിതാവാണ്. ഇബ്രാഹിമി മതങ്ങൾ അദ്ദേഹത്തിന്റെ മക്കളിലൂടെയാണ് വളർന്നു വന്നത്. ആ ഇബ്രാഹിമിന് ഈസയെ ആരാധിക്കുക എന്നത് പരിചയമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സന്താനങ്ങളിൽ വന്ന യാക്കൂബിന് അത് പരിചയമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സന്താനങ്ങളിൽ വന്ന ഇസ്മാഈലിന് അത് പരിചയമുണ്ടായിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുന്നു, ഉഫ്ഫിൽ ലക്കും വലിമാ തഅബുദൂന മിൻ ദൂനില്ലാഹ് അഫലാ തഅഖിലൂൻ,
ഉഫിൽ ലക്കും, നിങ്ങൾക്ക് നാശമുണ്ടാകട്ടെ, നിങ്ങളുടെ കാര്യം എന്തൊരു മോശമാണ്. ഉഫിൽ ലക്കും വലിമാ തഅബുദൂന മിൻ ദൂനില്ലാഹ്, നിങ്ങളെ സൃഷ്ടിച്ചവനായ ഏകനായ സൃഷ്ടാവിനു പുറമെ നിങ്ങൾ ആരാധിക്കുന്ന സർവ്വതിനും നാശമുണ്ടാകട്ടെ. അഫലാ തഅഖിലൂൻ, നിങ്ങൾ ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്നില്ലേ, നിങ്ങൾ ആലോചിക്കുന്നില്ലേ? നിങ്ങളെ പടച്ചവനായ റബ്ബിന് നിങ്ങൾ ഒരു ഗാംഭീര്യം കൽപ്പിക്കുന്നില്ലേ? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറാ, എന്താണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത്? നിങ്ങളെ പടച്ച റബ്ബായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നിങ്ങൾ ഒരു ഗാംഭീര്യം കൽപ്പിക്കുന്നില്ലേ? അവൻ അഹദൻ, ഖുൽ അല്ലാഹുവിന്റെ റസൂലേ പറയുക, ഹുവല്ലാഹു അഹദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകനാണ്. ആ ആയത്തിലാണ് അത് ആരംഭിക്കുന്നത്. സൂറത്തുൽ ഇഖ്ലാസ് ആരംഭിച്ചത് അങ്ങനെയാണ്. രണ്ടാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു അല്ലാഹു സമദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സമദാൻ. എന്താണ് സമദ് എന്ന് പറഞ്ഞാൽ? പണ്ഡിതന്മാർ പറഞ്ഞു രണ്ട് കാര്യങ്ങൾ സമദ് എന്നതിന്റെ അർത്ഥത്തിൽപ്പെട്ടതാണ്. ഒന്നാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളിലും നിങ്ങളെ സൃഷ്ടിച്ച റബ്ബ്, നിങ്ങളുടെ സൃഷ്ടാവ്, അവൻ എല്ലാ കാര്യങ്ങളിലും സമ്പൂർണ്ണനാണ്. അവന് യാതൊരു കുറവുമില്ല, യാതൊരു ന്യൂനതയുമില്ല. അവൻ ഒരു അണുമണി തൂക്കം അനീതി പ്രവർത്തിക്കുന്നവനല്ല. അവന് മറവി സംഭവിക്കുകയില്ല, അവന് അബദ്ധം സംഭവിക്കുകയില്ല. അല്ലാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം, അവന് ഒരു ചെറിയ മയക്കമോ ഉറക്കമോ ബാധിക്കുകയില്ല. അവൻ സമ്പൂർണ്ണനാണ്. എല്ലാ നന്മകളിലും അവൻ ഏറ്റവും പൂർണ്ണതയുള്ളവനാണ്. അവനാണ് നമ്മുടെ റബ്ബ്, അവനാണ് നമ്മുടെ സൃഷ്ടാവ്. നസ്രാനിയെയും മുസ്ലിമിനെയും ഹിന്ദുവിനെയും യഹൂദനെയും സർവരെയും സൃഷ്ടിച്ചത് അവനാണ്. ആ സൃഷ്ടാവ് അവൻ ഏകനാണ്. അല്ലാഹു സമദ്, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതുപോലെ റബ്ബനാ വസിഅത കുല്ല ഷൈഇൻ റഹ്മതൻ വഇൽമ, മലക്കുകളുടെ പ്രാർത്ഥനയിൽപ്പെട്ടതാണ്. റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, വസിഅത കുല്ല ഷൈഇൻ റഹ്മതൻ വഇൽമ, നിന്റെ കാരുണ്യവും നിന്റെ അറിവും സർവ്വതിനെയും ചൂഴ്ന്നിരിക്കുന്നു. നിന്റെ കാരുണ്യം സ്പർശിക്കാത്ത ഒരു ഭാഗവുമില്ല. നിന്റെ അറിവ് വന്നെത്താത്ത സൂക്ഷ്മമോ വ്യക്തമോ ആയ ഒരു കാര്യവുമില്ല. വസിഅത കുല്ല ഷൈഇൻ റഹ്മതൻ വഇൽമ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പറഞ്ഞതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നു, യാ ഇബാദി, എൻ്റെ ദാസന്മാരെ, എൻ്റെ അടിമകളെ, യാ ഇബാദി, അല്ലാഹു പറയുന്നു, നിങ്ങളുടെ സൃഷ്ടാവ് പറയുന്നു, യാ ഇബാദി, എൻ്റെ അടിമകളെ, ലൗ അന്ന അവ്വലക്കും വആഖിറക്കും വഇൻസക്കും വജിന്നക്കും ഖാമൂ ഫീ സഈദിൻ വാഹിദ്, നിങ്ങളിലെ ആദ്യത്തെ മനുഷ്യൻ മുതൽ അവസാനത്തെ മനുഷ്യൻ വരെ, നിങ്ങളിലെ സർവ്വ മനുഷ്യരും നിങ്ങളിലെ ജിന്നുകളും അവരെല്ലാം ഒരൊറ്റ സ്ഥലത്ത് ഒരുമിച്ച് കൂടുകയും എന്നിട്ട് അവരെല്ലാം ഫസഅലൂനി, അവർ എന്നോട് അവർക്ക് ആവശ്യമുള്ളതെല്ലാം ചോദിക്കുകയും ചെയ്തു. ഫഅഅതൈതു കുല്ല വാഹിദിൻ മസ്അലതഹ, ഓരോരുത്തരും ചോദിക്കുന്നതെല്ലാം ഞാൻ അവർക്ക് നൽകിയെന്ന് വിചാരിക്കുക. മാ നഖസ ദാലിക മിമ്മാ ഇൻദി ഇല്ലാ കമാ യൻഖുസുൽ മിഖ്യതു ഇദാ ഉദ്ഖിലൽ ബഹർ, സമുദ്രത്തിൽ ഒരു സൂചി പ്രവേശിപ്പിച്ച് പുറത്തേക്കെടുത്താൽ ആ സൂചിയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന വെള്ളമുണ്ടല്ലോ, അത് സമുദ്രത്തിൽ എന്തു കുറവാണ് ഉണ്ടാക്കിയത്? അതുപോലെയല്ലാതെ എന്റെ ഖജനാവിൽ നിന്ന് യാതൊന്നും കുറയുന്നതല്ല. നിങ്ങൾക്കെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നൽകിയാലും, അതിന്റെ 10 ഇരട്ടി നിങ്ങൾക്ക് നൽകിയാലും, അതിന്റെ 100 ഇരട്ടി നിങ്ങൾക്ക് നൽകിയാലും എന്റെ ഖജനാവിൽ നിന്ന് യാതൊന്നും കുറയുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശേഷണമാണിത്. അല്ലാഹു സമദ്, അവൻ സമദാണ്. എന്നാൽ നോക്കൂ നിങ്ങൾ, ഈസ അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ഇന്ന മസല ഈസ ഇൻദല്ലാഹി കമസലി ആദം, ഈസ അലൈഹിസ്സലാത്തു വസ്സലാം മുസ്ലിമീങ്ങളുടെ നബിയാണ്, ആദരിക്കപ്പെടുന്ന
ഈസ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ഉപമ ആദമിന്റെ ഉപമ പോലെയാണ്. അദ്ദേഹവും ആദമും ഒരു നിലക്ക് സമന്മാരാണ്. ആദമിന് പിതാവില്ല എന്നതുപോലെ അള്ളാഹു അദ്ദേഹത്തെ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത് എന്നതുപോലെ ഈസയെ അള്ളാഹു സുബ്ഹാനഹു വ തആല പിതാവില്ലാതെയാണ് സൃഷ്ടിച്ചത്. പല ആളുകളും ഈസക്ക് പിതാവില്ല എന്നതുകൊണ്ട് അദ്ദേഹത്തെ അള്ളാഹുവിന്റെ പുത്രനാക്കി. അങ്ങനെ നിങ്ങൾ ഈസയെ അള്ളാഹുവിന്റെ പുത്രനാക്കുന്നു എങ്കിൽ അതിനേക്കാൾ ഈ പറഞ്ഞതിന് അർഹതയുള്ളത് ആദമിനാണ്. ആദമിന് പിതാവുമില്ല മാതാവുമില്ല അലൈഹിസ്സലാത്തു വസ്സലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഓർമ്മപ്പെടുത്തിയ കാര്യമാണ്. ഈസയെ കുറിച്ചും അദ്ദേഹത്തിന്റെ മാതാവായ മറിയമിനെ കുറിച്ചും പറഞ്ഞപ്പോൾ അല്ലാഹു ചോദിക്കുകയാണ്, കാന യഅകുലാനി ത്വആം. ഈസയും അദ്ദേഹത്തിന്റെ മാതാവും ഭക്ഷണം കഴിക്കുന്നവരായിരുന്നു. എങ്ങനെയാണോ നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തെ പടച്ചവനായ റബ്ബ് ആ ഭക്ഷണം കഴിക്കുക? എങ്ങനെയാണ് ദൈവം ഭക്ഷണം കഴിക്കുക? അവർ ദൈവമല്ലായിരുന്നു, അവർ ആരാധിക്കപ്പെടേണ്ടവരല്ലായിരുന്നു എന്നതിന് ഖുർആൻ നൽകിയ ലളിതമായ ചോദ്യമാണ്. അവർ ഭക്ഷണം കഴിക്കുന്നവരായിരുന്നു. ഭക്ഷണം കഴിക്കുന്നവർ ആ ഭക്ഷണം വയറ്റിലേക്ക് എത്തിയാൽ അത് പുറത്തേക്ക് പോകണം. ഏതൊരു മനുഷ്യനും ആവശ്യമുള്ളത് എങ്ങനെയാണ് സർവ ന്യൂനതകളിൽ നിന്നും മുക്തനായ പരിശുദ്ധനായ ആകാശലോകങ്ങളുടെ ഉടമസ്ഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സ്രഷ്ടാവ്, അവനെ കുറിച്ച് ഈ കാര്യം പറയാൻ കഴിയുക? അവൻ ഭക്ഷണം കഴിക്കുമെന്ന് ഒരാൾ പറയുക? അതുപോലെ സമദി എന്നതിന്റെ രണ്ടാമത്തെ അർത്ഥം, ഒന്നാമത്തെ അർത്ഥം അല്ലാഹു സർവ പൂർണ്ണതകളും ഉള്ളവനാണ് എല്ലാ നന്മകളിലും. രണ്ടാമത്തേത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നിരാശ്രയനാണ്. ഒരാളുടെയും ആശ്രയം അവന് വേണ്ടതില്ല. അവനിലേക്ക് സർവരും ആശ്രിതരാണ്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് യാചിച്ചു മടങ്ങുന്നവരാണ്. വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്, അല്ലാഹു ആകട്ടെ സർവ്വനിലക്കും ധന്യതയുള്ളവനാണ്. നിങ്ങളുടെ ആവശ്യം അവനില്ല, നിങ്ങളുടെ ഒന്നും അവന് വേണ്ടതില്ല. നിങ്ങൾ അവനെ അനുസരിച്ചാലും നിങ്ങൾ അവനെ ധിക്കരിച്ചാലും അവന് യാതൊരു കുറവും സംഭവിക്കാനില്ല. നിങ്ങൾ അനുസരിച്ചാൽ നിങ്ങൾക്ക് നല്ലത്, നിങ്ങൾ ധിക്കരിച്ചാൽ നിങ്ങൾക്ക് തന്നെയാണ് അതിന്റെ പാപഭാരമുള്ളത്. നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കുറിച്ച് പരിചയപ്പെടുത്തിയത് അങ്ങനെയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക് തുഅതിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദികൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, റസൂലേ പറയുക, അല്ലാഹുമ്മ അല്ലാഹുവേ, മാലിക്കൽ മുൽക്, നീ സർവാധികാരത്തിന്റെയും ഉടമസ്ഥനാണ്. തുഅതിൽ മുൽക മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ അധികാരം നൽകുന്നു. നീ ഒരിക്കലും കുരിശുകളിൽ തറക്കപ്പെടുകയില്ല. നീയാണ് അധികാരം നൽകുന്നത്. നീ സർവാധികാരിയായിരിക്കെ, നീ രാജാതിരാജനായിരിക്കെ നിന്നെ ഒരാൾ കുരിശിൽ തറക്കുകയോ? تؤتي الملك من تشاء وتنزع الملك ممن تشاء, നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് അധികാരം എടുത്തു കളയുന്നു. وتعز من تشاء, നീ ഉദ്ദേശിക്കുന്നവരെ നീ പ്രതാപത്തിലാക്കുന്നു. وتذل من تشاء, നീ ഉദ്ദേശിക്കുന്നവരെ നീ നിന്ദ്യരാക്കുന്നു. ബിയദികൽ ഖൈർ, നിന്റെ കയ്യിലാണ് സർവ്വ നന്മകളും. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, നീ എല്ലാത്തിനും കഴിവുള്ളവനാണ്. അതുകൊണ്ടാണ് നോക്കൂ നിങ്ങൾ, നസാറാക്കളെ അഭിസംബോധന ചെയ്യുന്ന സൂറത്തു ആലി ഇംറാൻ, അതിന്റെ തുടക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഹുവല്ലദീ യുസവ്വിറുകും ഫിൽ അർഹാമി കൈഫ യശാ, അവനാണ് മാതാക്കളുടെ ഗർഭപാത്രങ്ങളിൽ അവൻ ഉദ്ദേശിക്കുന്നതുപോലെ നിങ്ങളെ സംവിധാനിച്ചവൻ. ആ ആയത്ത് വിശദീകരിച്ചപ്പോൾ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, നസാറാക്കളെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ഈ സൂറത്ത് ആലു ഇംറാൻ, അതിൽ അനേകം ആയത്തുകൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്.
ആ അധ്യായത്തിന്റെ തുടക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ ഗർഭപാത്രങ്ങളിൽ നിങ്ങളെ സംവിധാനിക്കുന്നവനാണ് എന്ന് പറഞ്ഞത് എന്തിനു വേണ്ടിയാണ്? നിങ്ങൾ ചിന്തിക്കാനാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മാതാവിന്റെ ഗർഭപാത്രത്തിൽ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങൾ കടന്നു വന്ന് 9 മാസം ഇരുട്ടുകളിൽ താമസിച്ച് മാതാവിന്റെ രക്തത്തിൽ നിന്ന് തന്റെ ജീവൻ നിലനിർത്താൻ ആവശ്യമായത് ഭക്ഷിച്ച, അങ്ങനെ മാതാവിന്റെ ഗർഭപാത്രം പിളർന്ന് അവരുടെ ശരീരത്തിൽ നിന്ന് പുറത്തു വന്ന് അങ്ങനെ ജനിച്ച മനുഷ്യനാണ്. ഗർഭപാത്രങ്ങളിൽ ജനിച്ചവൻ ഒരിക്കലും ദൈവമാവുകയില്ല, അവനൊരിക്കലും റബ്ബാവുകയില്ല. ചിന്തിക്കൂ നിങ്ങൾ, എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു സ്ത്രീ ദൈവമാകുന്നവൻ, സൃഷ്ടാവാകുന്നവൻ എങ്ങനെയാണ് അവന്റെ സൃഷ്ടിക്കുള്ളിൽ, അവന്റെ സൃഷ്ടിയുടെ വയറ്റിനുള്ളിൽ ഒതുങ്ങിക്കൂടുക? ലോകങ്ങളുടെ സൃഷ്ടാവായ അല്ലാഹു അത്തരം സർവ്വ ന്യൂനതകളിൽ നിന്നും മുക്തനാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ അധ്യായം മുസ്ലിമീങ്ങൾ പഠിക്കേണ്ട അധ്യായമാണ്. ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട, പഠിപ്പിച്ചു കൊടുക്കേണ്ട, നിങ്ങളുടെ റബ്ബിനെ കുറിച്ച് ചോദിച്ചാൽ, അല്ലാഹുവിനെ കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾ പറഞ്ഞു കേൾപ്പിക്കുകയും വിശദീകരിച്ച് നൽകുകയും ചെയ്യേണ്ട അധ്യായമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ മാത്രം ആരാധിക്കുന്ന മുവഹിദുകളിൽ, തൗഹീദുള്ളവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. سورة الإخلاص عند മൂന്നാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ആരാണ് മനുഷ്യരുടെ സൃഷ്ടാവ് എന്നത് വിവരിച്ചുകൊണ്ട് അവൻ പറയുന്നു, ലം യലിദ് വലം യൂലദ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ ആർക്കെങ്കിലും ജന്മം നൽകിയിട്ടില്ല. അവൻ ആരുടെയെങ്കിലും പിതാവോ ആരുടെയെങ്കിലും മാതാവോ അല്ല. അതുപോലെ തന്നെ വലം യൂലദ്, അവൻ ആരുടെയെങ്കിലും മകനായി, സന്താനമായി ജനിച്ചിട്ടില്ല. നിങ്ങൾ വളരെ ഗൗരവത്തിൽ പഠിക്കേണ്ട ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ലോകങ്ങളുടെ സൃഷ്ടാവ്, സർവ്വതിനെയും പടച്ചവൻ, അവൻ ഒരു സന്താനമോ അവൻ ഒരാളുടെ മകനോ അല്ല. അവന് ഒരു സന്താനമുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? എങ്ങനെയാണ് മനുഷ്യർക്ക് സന്താനങ്ങൾ ഉണ്ടാകുന്നത്? ഭാര്യയുമായി ബന്ധത്തിലേർപ്പെട്ടാൽ അങ്ങനെയാണ് മനുഷ്യർക്ക് സന്താനങ്ങൾ ഉണ്ടാകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല അവനിലേക്ക് വികാരങ്ങളെ, മനുഷ്യരുടെ ശാരീരികമായ താല്പര്യങ്ങളെ അള്ളാഹുവിലേക്ക് ചേർത്തി പറയുക എന്നത് എത്ര ഗുരുതരമായ കാര്യമാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന് ഒരു സന്താനമുണ്ട് എന്ന് പറഞ്ഞ നസാറാക്കൾ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ മകനാണ് എന്ന് പറഞ്ഞവർ, അവർക്കുള്ള മറുപടിയായി കൊണ്ട് അള്ളാഹു ചോദിച്ചു, അന്നാ യകൂനു ലഹു വലദുൻ വലം തകുൽ ലഹു സാഹിബ. എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളുടെ സൃഷ്ടാവ്, അവന് ഒരു സന്താനം ഉണ്ടാകുക? വലം തകുൽ ലഹു സാഹിബ, അവന് ഒരു പത്നി, ഒരു ഭാര്യ, ഒരു ഇണ, ഒരു പങ്കാളി അവൻ ഉണ്ടായിട്ടില്ലല്ലോ. നോക്കൂ നിങ്ങൾ, അത്ഭുതകരമായ കാര്യം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ദൈവവുമായി അടുത്തവർ എന്ന് പറയപ്പെടുന്നവർ, പ്രത്യേകിച്ച് നസാറാക്കളുടെ മതങ്ങളിൽ, ദൈവത്തോട് ഒരാൾ അടുക്കുന്നതിനനുസരിച്ച് അവൻ ഇണകളെ ഉപേക്ഷിക്കുന്നവനായിരിക്കണം. ഒരാൾക്ക് പള്ളിയിലെ കാര്യങ്ങൾ കാർമ്മികത്വം വഹിക്കാൻ കഴിയണമെങ്കിൽ അവൻ ഒരു ഇണയെ സ്വീകരിക്കരുത്. ഒരാൾ കർത്താവിന്റെ മണവാട്ടിയായി മാറണമെങ്കിൽ അവൾ ഒരു പുരുഷനെ ഭർത്താവായി സ്വീകരിക്കരുത്. എന്തിനധികം അത്തരക്കാർ, അങ്ങനെയുള്ളവർ, അവർക്ക് ലൈംഗികമായ താല്പര്യങ്ങളുണ്ട് എന്ന് ഒരാൾ പറയുകയോ ആരോപിക്കുകയോ ചെയ്യുന്നതുവരെ അവർ ഗുരുതരമായി കാണും. എന്നാൽ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ സൃഷ്ടാവ്, അവന് ഒരു മകൻ ജനിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിൽ അവർ യാതൊരു പ്രയാസവും കാണുന്നില്ല. അത് എത്ര ഗുരുതരമായ കാര്യമാണ്.
അവരുടെ ആരാധനകൾക്ക് നേതൃത്വം നൽകുന്ന പുരോഹിതന് ഒരു മകനുണ്ടായി എന്ന് പറഞ്ഞാൽ അത് ഗുരുതരമായ കാര്യമായി അവർ കാണുന്നു. അവരുടെ കർത്താവിന്റെ മണവാട്ടിമാർ അവർക്ക് ഒരു മകനുണ്ടായി എന്ന് പറഞ്ഞാൽ അത് അവർ ഗുരുതരമായി കാണുന്നു. എന്നാൽ ലോകങ്ങളുടെ സൃഷ്ടാവായ അല്ലാഹുവിന് ഒരു സന്താനമുണ്ട് എന്ന് പറയുന്നത് എത്ര ഗൗരവപ്പെട്ട കാര്യമാണ്. അല്ലാഹു പറയുന്നു, ലം യലിദ്, അവൻ ഒരാളുടെ സന്താനമായി ജനിച്ചിട്ടില്ല. കാരണം അവൻ തുടക്കമില്ലാത്തവനാണ്, ആരംഭമില്ലാത്തവനാണ്. ഖുർആനിൽ പറഞ്ഞതുപോലെ അൽ അവ്വൽ, അവൻ എന്നേ ഉള്ളവനാണ്. ആരംഭമില്ലാതെ, അനന്തമായി, ആദ്യമില്ലാതെ എന്നേ ഉള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആകളിൽ അവിടുന്ന് പറഞ്ഞു, അൻതൽ അവ്വൽ ഫലൈസ ഖബ്ലക ഷൈ. അല്ലാഹുവേ, നീ അവ്വലാണ്, എന്നേ ഉള്ളവനാണ്, നിനക്ക് മുൻപ് ഒരാളില്ല. അല്ലാഹു ജനിച്ചു എന്ന് പറഞ്ഞാൽ, അതല്ലെങ്കിൽ ഒരു പുത്രൻ, ദൈവം പുത്രനായി ജനിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തുടക്കമുണ്ട് എന്നാണ്. ഇത് ഗുരുതരമായ വാക്കാണ്, ഇത് ഗുരുതരമായ വാക്കാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ നബിയുടെ ചരിത്രം പറഞ്ഞപ്പോൾ നോക്കൂ നിങ്ങൾ, നസാറാക്കൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആദ്യത്തെ അത്ഭുത പ്രവൃത്തി എന്ന് പറയുന്നത് അദ്ദേഹം വെള്ളം വീഞ്ഞാക്കി മാറ്റി എന്നതാണ്. എന്നാൽ വിശുദ്ധ ഖുർആനിൽ ഈസയുടെ ആദ്യത്തെ അത്ഭുതമായ പ്രവൃത്തിയായി പറഞ്ഞത് അദ്ദേഹം തൊട്ടിലിൽ വെച്ച് സംസാരിച്ചു എന്നതാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞ വാക്ക്? നിങ്ങൾ ചിന്തിക്കണം. അദ്ദേഹം പറഞ്ഞു, വജഅലനി മുബാറകൻ ഐനമാ കുൻത്. എന്റെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ എന്നെ എല്ലായിടത്തും അനുഗ്രഹം ഉള്ളവനാക്കി മാറ്റിയിരിക്കുന്നു. ഞാൻ എല്ലായിടത്തും അനുഗ്രഹീതനാണ്. എന്നിട്ട് അദ്ദേഹം പറയണം, വബർറം ബിവാലിദതി, എന്റെ മാതാവിനോട് നന്മയിൽ വർത്തിക്കുന്ന അനുസരണയുള്ള ഒരു മകനാണ് ഞാൻ. മകനാണ് എങ്കിൽ അവൻ അനുസരിക്കുന്നവനായിരിക്കും, അനുസരിച്ചില്ലെങ്കിലോ അവൻ മോശക്കാരനാണ്. ദൈവം മകനായി ജനിച്ചു എങ്കിൽ ദൈവം പിതാവിനെ അനുസരിക്കണമെന്നോ, അനുസരിച്ചില്ലെങ്കിൽ ദൈവം ധിക്കാരിയാകുമെന്നോ, അപ്പോൾ ദൈവത്തിന് കുറവുകളുണ്ട് എന്നോ. എങ്ങനെയാണ് ഈ വിശ്വാസം യോജിക്കുക? ചിന്തിക്കുക നിങ്ങൾ. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലം യലിദ് വലം യൂലദ്, അവൻ ഒരാളുടെ സന്താനമായി ജനിക്കുകയോ ഒരാൾക്ക് ജന്മം നൽകുകയോ ചെയ്തിട്ടില്ല. അവൻ ജന്മം നൽകി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവന് ഒരു സന്താനത്തെ ആവശ്യമുണ്ട് എന്ന്. ആർക്കാണ് സന്താനത്തെ വേണ്ടത്? ഒരാൾക്ക് തന്റെ തലമുറ തന്റെ കുടുംബം നിലനിർത്തണമെങ്കിൽ സന്താനങ്ങൾ വേണം. അല്ലാഹു അറ്റമില്ലാത്തവനാണ്, അവസാനമില്ലാത്തവനാണ്. അൻതൽ ആഖിർ ഫലൈസ ബഅദക ഷൈ. അല്ലാഹുവേ, നീ അവസാനമില്ലാത്തവനാണ്, നിനക്ക് ശേഷമൊന്നുമില്ല, നിനക്ക് അവസാനമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു പുത്രൻ ജനിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ലോകങ്ങളുടെ സൃഷ്ടാവായ ദൈവം അവന് ഒരു മകനെ ആവശ്യമുണ്ട് എന്നാണ്. അവൻ ആവശ്യക്കാരനല്ല, അവൻ സർവരുടെയും ആവശ്യങ്ങൾ നിറവേറ്റുന്നവനാണ്. ഈ അധ്യായത്തിന്റെ അവസാനത്തിൽ അല്ലാഹു പറഞ്ഞു, വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹുവിനെ പോലെ ഒന്നും തന്നെയില്ല. ഈസയില്ല, മറിയമില്ല, ആദമില്ല, ഹവ്വാ ഇല്ല, ഇബ്രാഹിമില്ല, മൂസയില്ല, നൂഹില്ല അലൈഹിമുസ്സലാത്തു വസ്സലാം. നമ്മുടെ റസൂലായ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പോലെ ഒരാളുമില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അവന് തുല്യനായി, അവന് യോജിക്കാവുന്ന, അവന് കിടയൊക്കാവുന്ന ഒരാളും തന്നെയില്ല. ഖുർആൻ അല്ലാഹു പറഞ്ഞതുപോലെ ഹൽ തഅലമു ലഹു സമീയ. അല്ലാഹുവിന് പേരൊത്ത ഒരാളെ നിങ്ങൾക്കറിയുമോ? അല്ലാഹു പറഞ്ഞു, ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവ സമീഉൽ ബസീർ. അല്ലാഹുവിനെ പോലെ ഒരു വസ്തുവുമില്ല, അവൻ എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ചിന്തിക്കുക, ആലോചിക്കുക. ഈ അധ്യായം നമ്മുടെ വിശ്വാസം അരക്കിട്ടുറപ്പിക്കുന്ന അധ്യായമാണ്. അവസാനമായി എന്റെ മുസ്ലിം സഹോദരങ്ങൾ ചിന്തിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നുകൂടി ഞാൻ പറയട്ടെ. നോക്കൂ നിങ്ങൾ, നമ്മുടെ ഖുർആനിൽ അതിന്റെ 1/3 എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സൂറത്തുൽ ഇഖ്ലാസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഗൗരവത്തിൽ എടുത്തു പറഞ്ഞ കാര്യമാണ് അല്ലാഹുവിന് ഒരു സന്താനമില്ല എന്ന്. അല്ലാഹുവിന് ഒരു സന്താനമുണ്ട് എന്ന് വാദിക്കുന്നവർ
അവർ അതിന്റെ പേരിൽ ആഘോഷിക്കുന്ന സന്ദർഭങ്ങളിൽ ആ ആഘോഷങ്ങൾക്ക് ആശംസകൾ നൽകുക എന്നത് ഇസ്ലാമിക വിശ്വാസത്തിന്റെ ബാലപാഠങ്ങൾ പഠിച്ച ഒരു മുസ്ലിമിന് യോജിച്ചതല്ല. എങ്ങനെയാണ് അവൻ അതിന് സാധിക്കുക? ചിന്തിച്ചു നോക്കൂ. അവന്റെ പിതാവിന് ഒരു ജാരസന്തതി ഉണ്ടായിട്ടുണ്ട് എന്ന് ആളുകൾ പറഞ്ഞു പരത്തുകയും ആ ദിവസം ആളുകൾ ആഘോഷമാക്കി കൊണ്ടാടുകയും ചെയ്താൽ അവൻ ആഘോഷത്തിന് ആശംസ പറയുമോ? ചിന്തിക്കുക നിങ്ങൾ. ഇന്ന് ആളുകൾ പറയുന്നു അതൊക്കെ ഒരു പ്രശ്നമില്ലാത്ത കാര്യമാണ്. അല്ല, അത് പ്രശ്നമുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ് നമുക്ക് ഏറ്റവും വലുതായിട്ടുള്ളത്. അവന്റെ പേരിലാണ് നമ്മൾ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നത്, അവനിലാണ് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത്, അവനാണ് നമ്മൾ സമർപ്പിച്ചിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ചീത്ത പറയുക എന്നതിന് സമാനമാണ് അല്ലാഹുവിന് ഒരു സന്താനമുണ്ട് എന്ന് വാദിക്കൽ. ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ അവിടുന്ന് പറഞ്ഞു, അല്ലാഹു പറഞ്ഞിരിക്കുന്നു, ശതമനി ഇബ്നു ആദം, എന്റെ ആദമിന്റെ സന്തതി അവൻ എന്നെ ചീത്ത പറയുന്നു, അവൻ എന്നെ മോശമായ വാക്കുകൾ പറയുന്നു. വഅമ്മാ ശത്മുഹു ഇയ്യായ ഫഖൗലുഹു, എന്നെ അവൻ ചീത്ത വിളിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം അവൻ എന്നെ കുറിച്ച് പറയുന്നു വലദല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മകന് ജന്മം നൽകിയിരിക്കുന്നു എന്ന് അവൻ പറയും. അത് അവൻ എന്നെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാണ് പറയുന്നത്? സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറഞ്ഞതായി അറിയിക്കുകയാണ്. എങ്ങനെയാണ് സഹോദര അല്ലാഹുവിനെ ചീത്ത വിളിക്കുന്നതിന് നീ ആശംസ പറയുക? ഇത് ഗുരുതരമായ കാര്യമാണ് സഹോദരങ്ങളെ. ഈ പറഞ്ഞതിന്റെ അർത്ഥം ഈ വിശ്വാസങ്ങൾ വെച്ചു പുലർത്തുന്നവർ അവരോട് മോശമായി പെരുമാറണമെന്നല്ല, അവരോട് അതിക്രമം കാണിക്കണമെന്നല്ല, അവരോട് നന്മയിൽ വർത്തിക്കണം. അവർ നമ്മെ ഉപദ്രവിക്കാത്തിടത്തോളം അവർക്ക് നന്മകൾ ചെയ്യണമെന്ന് ഖുർആനിലെ ആയത്തുകളിലൂടെ പഠിപ്പിച്ചവനാണ് നമ്മുടെ റബ്ബ്. അവരോട് അനീതി, അവർ യുദ്ധങ്ങളിൽ നമ്മെ വധിക്കുന്നതിനു വേണ്ടി വന്നാൽ പോലും അവരോട് അതിക്രമം ചെയ്യാൻ പാടില്ല എന്ന് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തിയവനാണ് നമ്മുടെ റബ്ബ്. പക്ഷേ ആ റബ്ബിന് ഒരു സന്താനമുണ്ട് എന്ന് പറയുന്നവർ അവർക്ക് ആശംസ പറയുക എന്നത് ഒരു മുസ്ലിമിന് യോജിച്ചതല്ല. ഇന്ന് ആളുകൾ ഇതാ വീടുകൾക്ക് മുകളിൽ അവർ ഈ പറയുന്ന വിളക്കുകൾ കൊളുത്തുന്നു, കടകളിൽ ഇതിന്റെ ആഡംബരങ്ങൾ, ഈ പറഞ്ഞ ആഘോഷത്തിന്റെ അടയാളങ്ങൾ കടകളിൽ അവർ പുറത്തു വെക്കുന്നു. അതുപോലെ തന്നെ ഈ പറഞ്ഞ ആഘോഷ ദിവസമെത്തിയാൽ കടകളുടെ പേരിൽ ആശംസകൾ, അവന്റെ വ്യക്തിപരമായ പേരിൽ ആശംസകൾ പറയുന്നു. ഇത് ഒരു മുസ്ലിമിന് യോജിച്ചതല്ല. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിൽ ഉറച്ചു നിൽക്കുക. അല്ലാഹു നാം ഏവരെയും അവന്റെ ദീനിൽ ഉറച്ചു നിൽക്കുന്ന മുവഹ്ഹിദുകളായി, മുസ്ലിമീങ്ങളായി, മുഅ്മിനീങ്ങളായി, മുത്തഖീങ്ങളായി മരിപ്പിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ തവഫനാ മുസ്ലിമീൻ വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. അല്ലാഹുമ്മ തവഫനാ മുസ്ലിമീൻ وألحقنا بالصالحين. اللهم اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم.